പാരലൽ യൂണിവേഴ്സ് ആട് സിനിമയിൽ വരുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ് മിഥുൻ മാനുവൽ. ആട് 3 പാർട്ട് 1 ആണല്ലോ. അപ്പൊ ഈ പാർട്ട് 2 ഇതുപോലെ നിങ്ങൾ ഓൾറെഡി പ്ലാനും ഒക്കെ സെറ്റ് ആണോ? ഇതിന്റെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ 4 ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള 3 കണ്ടാലും 4 കാണാതിരിക്കാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ പയ്യന്മാരെ ഉദ്ദേശിച്ചാണ് ഈ സിനിമകളൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ആട് കാരണം ഞങ്ങൾക്ക് പുതിയൊരു കുതിര ഓടിക്കാൻ പറ്റും. അവിടെ ഒരു ബന്ധമില്ലാത്ത കുതിരകളെ തമ്മിൽ കയറുന്നത് നോക്കുമ്പോ ഇതാണ് നിന്റെ കുതിര. നോക്കുമ്പോ ഇത്രയും പൊക്കമുള്ള മതിയായ റൈറ്റുള്ളത്. അതിനെ നമുക്ക് അറിയത്തൂല, ഒരു പരിചയമില്ല. അതിനെ പുറത്ത് നമ്മൾ കയറേണ്ടത്. ഇവിടെ കിടന്ന് സ്നേഹിച്ചത് വെറുതെ. കുതിര ചുമ്മാ വിശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ ആക്ഷൻ പറയുക, അത് പെട്ടെന്ന് അനുഭവിച്ചു. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ആട് 3. ആട് 3യുടെ വിശേഷങ്ങളുമായി മൂവി ടീം എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു. വെൽക്കം ടു മൈ ഷോ. എങ്ങനെയുണ്ടായിരുന്നു ആട് 3യുടെ മൂവി സെറ്റ്? കുറെ മുട്ടനാടുകളുടെ ഇടയിൽ പെട്ടു ഉഴലുകയായിരുന്നു. ഇതേപോലെ ഫുൾ ബഹളവും രസമായിരുന്നു. സീനില് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സീൻ, നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നല്ല സീൻ, ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിടുന്ന വളരെ പ്രയാസമാണ്. 2 പ്രാവശ്യം കയ്യടി മേടിച്ച് ഒരു സീനിൽ 2 പ്രാവശ്യം കൈയിടി, അതാണ് ഉദ്ദേശം. അപ്പൊ രണ്ടാമത് ശരിയായപ്പോഴത്തേക്ക് ഡയലോഗ് ഡയലോഗ് ഭയങ്കര ഡയലോഗ് ലെങ്തി ആയിട്ടുള്ളത് ഒറ്റ കളിക്ക് വെച്ചാരൊക്കെ കളഞ്ഞു. അത് ശരി. ചേട്ടനെ പറ്റിയാണ് എല്ലാവരും വാദോരാതെ സംസാരിക്കുന്നത്. അതിലെല്ലാരും അങ്ങനെയാ, അതാണ് എടുത്തു പറയുന്നത്. എല്ലാവർക്കും അതുപോലുള്ള സീൻസാ. ഇപ്പൊ നമ്മള് കേട്ടു ജയസൂര്യ ഒരു പുസ്തകം കൊണ്ടാണ് കൊറേ എന്താ പറയണ്ടേ കൗണ്ടറുകളും ആഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? ജയേട്ടന് ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. നല്ലത് കിട്ടുമ്പോൾ ഇതിനോട് ചേർന്നതൊക്കെ എഴുതി വെക്കും. ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു സിനിമയില് മറ്റേ കളിക്കുടുക്ക ഇതൊക്കെ അവിടെ ലൂഡോ കളിക്കുമായിരുന്നു. രാവിലെ വന്നിട്ട് ഇന്ന് ലൂഡോ കളി. സുധീം ഞാനും സണ്ണിയും ലൂഡോന്റെ ആൾക്കാരാ. എന്നാ പിടിച്ചു വലിച്ചിട്ടാണ് സിനിമ രാവിലെ വന്നാൽ മുതൽ സീൻ വാങ്ങിച്ചിട്ട് പിന്നെ അവർ അതിനകത്ത് കേറ്റാവുന്ന മൊത്തവും കേറ്റിട്ട് അങ്ങോട്ടും ഇതിന്റെ അടുത്തോട് ഒരാവശ്യം പോലും എടുക്കത്തില്ല. അപ്പൊ ആ സമയം വേസ്റ്റാണെങ്കിൽ നമുക്ക് ലൂഡോ കളിച്ചാൽ പോരെ. എന്തായാലും എടുക്കൂല. നമ്മള് രാവിലെ വന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഈ സ്ക്രിപ്റ്റിൽ വായിച്ചിട്ട് അതിനകത്ത് വേണ്ട കോൺട്രിബ്യൂഷൻ ഇതും ചോദിക്കും. ഇവിടെ എന്താ പറയാം, ഇവിടെ എന്താ പറയാം, ഇവിടെ എല്ലാവരുടെയും എടുക്കും. എല്ലാവരുടെ കോൺട്രിബ്യൂഷൻസ് എടുത്തിട്ട് അതിനകത്ത് ബെസ്റ്റ് പുള്ളിയെ സെലക്ട് ചെയ്ത് അത് മറ്റേ വിജയേട്ടനായിട്ടും ജയേട്ടനായിട്ടൊക്കെ സംസാരിച്ച് ഫൈനൽ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുക. പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല അവിടെ ചെന്നിട്ട്. പിന്നെ അങ്ങ് അടിക്കാന്നുള്ള പരിപാടിയുള്ളൂ. അദ്ദേഹം എഴുതി വെക്കുന്ന സംഭവം നമ്മളങ്ങ് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഏറ്റവും അപ്പോഴത്തെ ന്യൂ ജനറേഷന് പറ്റിയ കാര്യങ്ങളാണ് പുള്ളി തല വെച്ചിട്ട് എഴുതി സംഭവങ്ങൾ വെച്ചിരിക്കുന്നത്. അതിനപ്പുറം പിന്നെ നമുക്ക് പറഞ്ഞു കേട്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അതാണ് അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളി ഓക്കെ. ആട് കാരണം ഞങ്ങൾക്ക് പുതിയൊരു ഒരു കാര്യമാണ് ഞങ്ങൾ പഠിച്ചു. കുതിര ഓടിക്കാൻ പഠിച്ചു. ഞങ്ങൾ 3 പേരും കുതിര ഓടിക്കും. അപൂർവം കുറച്ച് പേര്, ഞാൻ എന്നെ 2-3 പേര് ഒഴിക്കുക, ബാക്കി എല്ലാവരും കുതിര ഓടിക്കുകയും കുതിര വിരട്ടിയവര്. അതിനൊരു തമാശ ഉണ്ട്. കുതിര ഓടിക്കണമല്ലോ. ഞങ്ങളിവിടെ എറണാകുളത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ കുതിരക്ക് സ്നേഹിക്കണം, എന്നിങ്ങനെ അത് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്ന് അതിന് കപ്പലണ്ടി മിഠായി കൊടുത്ത് അത് തിന്ന് നമ്മൾ ആ പേരൊക്കെ വിളിച്ചിങ്ങനെ അതിന് കൂടെ പുറത്ത് കയറി നമ്മളിങ്ങനെ സവാരിയൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് നമ്മൾ ചെന്നപ്പോൾ തമിഴന്മാരുടെ വേറെ കുതിര, നമ്മൾ സ്നേഹിച്ചു വെച്ച കുതിരയല്ല തന്നെ. അവിടെ ഒരു ബന്ധമില്ലാത്ത കുതിരകളെ തമ്മിൽ കയറുന്നത്. നോക്കുമ്പോ ഇതാണ് നിന്റെ കുതിര. നോക്കുമ്പോ ഇത്രയും പൊക്കമുള്ള മതിയായ ഹൈറ്റുള്ളത് കൊച്ചു കുതിരയൊന്നും അല്ല, ഭയങ്കര ഹൈറ്റുള്ള കുതിര. അതിനെ നമുക്ക് അറിയത്തൂല, ഒരു പരിചയമില്ല. അതിനെ പുറത്ത് നമ്മൾ കയറേണ്ടത്. ഇവിടെ കിടന്ന് സ്നേഹിച്ചത് വെറുതെ. പക്ഷെ നമുക്കത് ഭഗത് പറഞ്ഞോട് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നമുക്കത് പണ്ടൊക്കെ ഈ നസീർ സാറൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നത് ഒക്കെ അത്രയൊന്നും അല്ലെങ്കിൽ തന്നെ വെറുതെ കുതിരപ്പുറത്ത് ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. കുതിരയുടെ ഞാൻ പറഞ്ഞല്ലോ, ജയൻ സാറ്, നസീർ സാറ്, പിന്നെ ചിരഞ്ജീവി, ഇവരൊക്കെ രജനീകാന്ത് സാർ, അവരൊക്കെ ഇങ്ങനെ കുതിരപ്പുറത്ത് സിനിമയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുതിരപ്പുറത്ത് കയറാം. കൊല്ലം ബീച്ചിൽ ചെന്നാലും ഒരു കുതിരപ്പുറത്ത് മാട്ടക്കുതിര കാണും. അതിനെ മേളിൽ കയറിയിട്ട് നമുക്ക് അല്ലെ എവിടെ വേളിയിൽ ചെന്നാലും കുതിര കാണും, പോവാം. പക്ഷെ ഒരു സിനിമയില് ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങളെപ്പോലുള്ള അദ്ദേഹത്തിനൊക്കെ പിന്നെ കുതിര ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അത് വലിയ ഭാഗ്യമാണ്. എനിക്ക് മുകളിലിരിക്കുമ്പോ ഭയങ്കര കുറച്ച് അധികം നേരം ഇരുന്ന ഭയങ്കര വേദനയാണോ?
പിന്നെ ഓടിക്കുമ്പോ ഈ താളത്തിൽ ഇങ്ങനെ കുതിര ഓടുമ്പോ ഇങ്ങനെ 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 ആവുമല്ലോ. കുതിരയ്ക്ക് നോവും, എല്ലും നമ്മള് വന്നിട്ട്. അതനുസരിച്ച് അത് പൊങ്ങുമ്പോ നമ്മളിങ്ങനെ പൊങ്ങണം. ഇത് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അത് പൊങ്ങുമ്പോ നമ്മൾ അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിട്ട് നമ്മൾ ശരിയാ. ഇതിലൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് കറക്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ടൈമിംഗ് ഇല്ലല്ലോ. നമ്മൾ ടൈം കിട്ടിയാൽ സ്മൂത്താ, പിന്നെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അല്ല, എനിക്ക് കിട്ടിയ കുതിര, ഞാൻ പഠിച്ച കുതിര തന്നെ എനിക്ക് കിട്ടിയത്. ഞാൻ എന്റെ വാലിന്റെ ഒരു ഇത്തിരി അറ്റം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അടയാളം വെച്ച്. ദൈവമേ. സത്യമായിട്ടും അല്ല, കുതിരനെ വലിയൊരു ഇവൻ വാ തുറക്കുന്നത് കള്ളം പറയാനായിട്ടാണ്. സത്യം. ഞാൻ ഊണഴിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു 100, 150, 200 മീറ്ററോളൊക്കെ വേണം. കാരണം മലയുടെ മുകളിൽ ഷൂട്ടിങ്ങും താഴെയാണ് ഫുഡൊക്കെ. കുതിരക്കാൻ വന്നിരുന്നത് സത്യം. ഞങ്ങള് കുതിരക്ക് വരും, ആ കുതിര കാരണം ചെളിയാണ് അവിടെ. കുതിരപ്പുറത്ത് കയറാൻ പതുക്കെ പതുക്കെ പോരുക അവിടെ. സത്യം നല്ല പഠിച്ചു കേട്ടാ. ഇത്ര സ്ഥലത്ത് കിട്ടുമ്പോ തിരിക്കാം കുതിര. അത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. സ്ട്രെയിറ്റ് ഓടിച്ചൊക്കെ പോകാൻ നല്ല രസമാണ്. പക്ഷെ ഷോട്ടിന്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തൂലേ, അതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇത് നിക്കത്തില്ലല്ലോ. അത് ഇപ്പൊ ഞാൻ ഇപ്പൊ വിനായകൻ ഫ്രണ്ടില്, അതിന്റെ ബാക്ക് ഞാന്, ഇപ്പുറത്ത് 2 പേര്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പോണം. ഈ കുതിരക്ക് അറിയത്തില്ലല്ലോ. അപ്പം ചില അതങ്ങ് മുന്നേ പോകും. നമ്മുടെ കുതിര ചിലപ്പോൾ പതുക്കെ അതങ്ങനെ എത്ര ടേക്ക് എടുക്കേണ്ടി വരും എന്നറിയോ? ഒരു ടേക്ക് എടുക്കേണ്ട സാധനം എത്ര ടേക്ക് എടുക്കേണ്ടി വരുന്നത് വെച്ചാൽ കുതിര കറക്റ്റായിട്ട് പോകത്തില്ലല്ലോ. നമുക്ക് നിയന്ത്രിക്കാനും വലുതായിട്ട് അറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ചേട്ടൻ എന്തോ പറഞ്ഞു. അതെ, പറ. അല്ല, മാർക്ക് ഇട്ട് കൊടുത്ത് വന്ന് നിൽക്കേണ്ട, അത് കുതിരയ്ക്ക് പറഞ്ഞു കൊടുത്താൽ പോരെന്നുള്ള മാർക്ക്. അതിന് എന്തെങ്കിലും അടയാളം കാണൂലേ? ഉണ്ടാവും. പക്ഷെ വേറെ കാര്യം കേട്ടോ, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുതിര ചലിക്കും അവിടെ. അത് സിനിമയ്ക്കൊക്കെ പോയിട്ടുള്ളത് ആക്ഷൻ എന്ന് പറയുമ്പോൾ സത്യം അത് വേറെ അപ്പുറത്തെ കാട്ടിൽ നിന്നൊക്കെയാണ് പിടിച്ചും തന്നെ. കുതിര ചുമ്മാ വിശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ ആക്ഷൻ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് ചാടി കഴിച്ചു. അല്ല, ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് അനങ്ങും കുതിര. ഓക്കെ. അപ്പൊ ഈ ട്രെയിലറിന്റെ താഴെ വന്നിരിക്കുന്ന കുറെ കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ കണ്ടിട്ടുള്ളൂ ഇനി എന്തും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് എത്രമാത്രം അങ്ങനെയുള്ള കമന്റ്സുകൾ അല്ലെങ്കിൽ ആളുകൾ ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ടെൻഷൻ ആണോ അതോ സന്തോഷമാണോ? അല്ല, ഇതിപ്പോ ഈ നമ്മുടെ ഓഡിയൻസിനേക്കാൾ ആകാംക്ഷ ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്നുള്ള ഈ സിനിമ. എന്താണെന്നറിയാമോ? മറ്റേത് ഉണ്ടാന്നറിയാൻ വേണ്ടി, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടാന്നറിയാൻ വേണ്ടി ഇങ്ങനെയാണ് ചെല്ല. അല്ല, അതേപോലെ തന്നെ വിജയ് ബാബു സാർ ഒരു ഇന്റർവ്യൂല് കുറെ നല്ല നല്ല ഷോട്ടുകളാണ്, നല്ല നല്ല സീനുകൾ, പക്ഷെ അത് ലെങ്ത് കൂടുന്ന ഭാഗമായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ ഭാഗങ്ങൾ കട്ട് ചെയ്തോ ഇല്ലയോ? അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോ അറിയാം മോളെ. അതിനാണല്ലോ ഈ ആകാംക്ഷ. പോയി കാണുന്ന അതിനാ. അതെ. പക്ഷെ എന്തായാലും നല്ല പാക്കായിട്ട് എല്ലാം ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞാക്കണതെല്ലാം ഡബ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ കട്ടൊക്കെ ഉണ്ടല്ലോ. ഷൂട്ട് എത്ര മാസങ്ങൾ ഉണ്ടായിരുന്നു? 10 മാസത്തോളം എടുത്തു നമ്മള്. അതെ, 1 വർഷത്തോളം എന്ന് പറയാം അല്ലേ? ഒരു കുട്ടിയെ എങ്ങനെയാണല്ലേ അല്ലേ? ശരിയാ. 10 മാസത്തോളം. അപ്പൊ ഷൂട്ടിന്റെ പാരലി നിങ്ങൾ ഡബിങ് അങ്ങനെ? ഓ, ഓക്കെ. ആട് 1-നെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു വലിപ്പം, അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമ അതിന്റെ ഭാഗമാകാൻ പറ്റുക, അതെ, അത്രയും വലിയ ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ ഇത്രയും വലിയൊരു മലയാള ചിത്രത്തിൽ അഭിനയിക്കാനൊക്കെ നമുക്കൊക്കെ. അത് കഴിഞ്ഞ ദിവസം നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാളെ തൊട്ട് എന്ത് ചെയ്യും? വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇത്രയും ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നാളെ എങ്ങാണ്ട് പോവും. ഈ സീരീസ് എന്ന് പറയുമ്പോ ഇപ്പൊ ആട് 2 നിങ്ങൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണല്ലോ. അപ്പൊ ഇങ്ങനെ ആട് 3ലേക്ക് ഒരു കോള് വരുന്ന സമയത്ത് ഇതിന്റെ മറ്റേ കഥ കേൾക്കുക, സ്ക്രിപ്റ്റ് കേൾക്കുക, അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഉടനെ പെട്ടിയും പാക്ക് ചെയ്ത് വന്നതാണോ? അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കുടുംബ സംഗമം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ആട് 2 കഴിഞ്ഞിട്ട് 3 ഉണ്ടെന്ന് പറഞ്ഞപ്പം ഡൗട്ട് അങ്ങനെ നമ്മളൊക്കെ കാണൂ, അതിനകത്ത് ഇല്ലെങ്കിൽ പിന്നെ മക്കളടുത്തൊക്കെ ചോദിക്കും, ആട് 3 ഇറങ്ങി നീ നിന്റെ അപ്പനില്ലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ നമുക്ക് പിള്ളേർക്കൊരു പ്രശ്നം, നമുക്കൊരു വിഷമമൊക്കെ അല്ലേ. അങ്ങനെ എന്നിട്ട് ഒരു കോൾ വന്ന് 3 തുടങ്ങുന്നത് കേട്ടാ ഇന്ന ഡേറ്റ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് മനസ്സിലാൻ വലിയൊരു പടത്തില്ലേ നമുക്ക് അങ്ങനെ. ഞാൻ പറയാം, എന്റെ മോനെ സ്കൂളിൽ വിളിക്കുന്നത് ഡ്രാഗൺ ബൈലി എന്നാണ് വിളിക്കുന്നത്. ഡ്രാഗൺ ബൈലി എന്ന് വിളിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ചെറുതാണെങ്കിലും ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അതാണ്. ഞാനത് ശ്രദ്ധിക്കുന്നത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഓരോ ക്യാരക്ടർ. ആരും സൈഡിൽ കൂടെ ഒന്നും പോകണമെന്നില്ലല്ലോ. അത് ഭയങ്കര അടിപൊളി. അതിന്റെ ആ സ്ക്രിപ്റ്റും അത് എക്സിക്യൂട്ട് ചെയ്തതൊക്കെ
അതെ അതെ. അടിപൊളി. അത് അതേപോലെ തന്നെ ആട് 3 ഉണ്ടല്ലേ? പിന്നെ അല്ല നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ അല്ലെ ജയസൂര്യ, വിനായകൻ, പിന്നെ ഓരോ ഗ്യാങ്ങിനും ഓരോ ലീഡർ ഉണ്ടല്ലോ, അവരല്ലാതെ അവരുടെ കൂടെ നിൽക്കുന്ന. ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. നമ്മൾക്ക് പോലും സ്പേസ് ഉണ്ട് കാര്യങ്ങൾ പറയാനും കോമഡി ചെയ്യാനും ഒക്കെ. അല്ലാതെ ചുമ്മാ പുറകെ നിൽക്കുന്ന, നമ്മൾ നേരത്തെ തമാശ പറഞ്ഞാണ്, അതിൻ്റെതായ സ്പേസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ക്യാരക്ടർ അനുസരിച്ച് ഉണ്ട്. മറ്റേതൊക്കെ നമ്മൾ തമാശ ആട് 3 പറഞ്ഞു കഴിഞ്ഞാൽ ആട് 3 ആയപ്പോഴേക്കും ആട് 1 വന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഫേമസ് ആയി. അതെ, എല്ലാരും ക്യാരക്ടറുകളും എല്ലാവരും ഓരോരോ പടങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്കെല്ലാം തുല്യ പ്രാധാന്യം കൊടുക്കണം. അതൊക്കെ വളരെ യുക്തിപൂർവ്വമാണ് കൈകാര്യം ചെയ്ത്. എല്ലാരും വളർന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ഡേറ്റ് എങ്ങനെ ഒപ്പിച്ച് കിട്ടി എന്നുള്ളതാണ്. അതൊക്കെ വിജയേട്ടന്റെ മിടുക്കെന്ന് പറയാം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വിജയേട്ടൻ അതിന്റെ ഒക്കെ ഇന്ദ്രസേനന്റെ കിട്ടിയപ്പോ തന്നെ നമ്മൾ ഓക്കെ ആയി പടം. എനിക്ക് ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നു. ആര് പറഞ്ഞേ? ഇവര് കുതിരപ്പുറത്തൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞങ്ങളില്ല, ഞങ്ങള് സിനിമയില്ല, ഞങ്ങൾ പുള്ളി അവിടെ തന്നെ നിന്ന് അഭിനയിക്കും. മനസ്സിലായില്ലേ? ക്യാമറ പുള്ളി അവിടെ തന്നെ എനിക്കൊരു കുന്തം തന്നു അവിടെ പറഞ്ഞു. ഇവര് അവിടെ കളി യുദ്ധം കഴിയുമ്പോ മറ്റേ ഒരു പാരൽ യൂണിവേഴ്സും ഉണ്ടല്ലോ നമ്മുടെ വേറെ. അതിന്റെ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ പാരൽ യൂണിവേഴ്സിൽ നിങ്ങളുടെ ക്യാരക്ടർ വേറെയും ഇവിടെ വേറെയാണല്ലോ. അപ്പം ഈ കഥയിൽ ഇതെല്ലാം ബന്ധമുണ്ട്. അത് ഈ എങ്ങനെ വരുന്നോ അതുപോലെ തന്നെയാണ് പഴയതിനകത്തും ഞങ്ങളെല്ലാം കൂടി ചേരുന്നത്. അതൊക്കെ ബന്ധമുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കണം അല്ലേ? അതൊക്കെ കണ്ട് മനസ്സിലാക്കണം. ഈ സിനിമയ്ക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്റെ കോസ്റ്റ്യൂം ഡിസൈനർ, അതുപോലെ എന്റെ ആർട്ട് ഡയറക്ടർ, അതുപോലെ എന്റെ ക്യാമറമാൻ, ഒരു 3 പേരെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഈ സിനിമയ്ക്ക് വലിപ്പത്തിലേക്ക് അത് എത്തിച്ചത് അത് നല്ല നമുക്ക് കാണുമ്പോൾ വിഷ്വൽ ഭയങ്കരമാണ്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സ്റ്റെഫി നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഇരിക്കും ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അല്ലേ? ഇന്ത്യ മുഴുവൻ കറങ്ങിയാണ് അതിന്റെ റെഫറൻസ് എടുത്തും അതുപോലെ സാധനങ്ങൾ കളക്ട് ചെയ്തതൊക്കെ എന്ന് പറഞ്ഞത്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാരും. അതുപോലെ നാടോടി, അനീഷ് നാടോടിയാണ് ആർട്ട്. പുള്ളിയുടെ ഒരു രക്ഷയില്ല. ഒരു ഗ്രാമൊക്കെ സെറ്റ് ഇട്ടേക്കുന്നത് ഞങ്ങള് കണ്ടു ഞെട്ടിപ്പോയി. കണ്ടു. അതൊക്കെ ഒരു കുന്നിന്റെ മുകളിൽ നമ്മള് റിയൽ ആയിരുന്നു. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോ തന്നെ ഇത്രയും എക്സൈറ്റ്മെന്റ്. അപ്പൊ നിങ്ങളത് അവിടെ ആ സെറ്റിലേക്ക് നേരിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? കുറെ വർഷങ്ങൾക്ക് പുറകോട്ട് നമ്മൾ പെട്ടെന്ന് കൊണ്ട് എത്തിച്ചു പുള്ളി നമ്മള്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ചേട്ടാ പറയൂ, 2 യൂണിവേഴ്സിൽ ചേട്ടൻ 2 ടോട്ടലി ഡിഫറെന്റ് ഉണ്ട് ക്യാരക്ടേഴ്സ് പോലെ നമുക്ക് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? തോന്നലിന് ഉള്ള പരിപാടി കൂടെ ചെയ്തിട്ടുണ്ട്. 2 ഗെറ്റപ്പും ചേട്ടന്റെ ഉഗ്രം ഗെറ്റപ്പ്. 3 ഗെറ്റപ്പ്. അല്ല നമ്മളിപ്പോ മണിയാശാന്റെ മണിയാശാന്, പിന്നെ പഴയത്, പിന്നെ അത് നിങ്ങളിവിടെ പറയത്തില്ല, പറഞ്ഞു. അതൊക്കെ സീക്രട്ട് ആണ്. അല്ല ഗെറ്റപ്പും മുടിയൊക്കെ ബാക്കിലൊക്കെ അല്ലേ, അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. സാധാരണ ഒരു വിഗ് വെച്ചിട്ടുള്ള പരിപാടിയല്ല, റിസ്ക് എടുത്ത് അല്ലേ, കുറെ മുടിയൊക്കെ കളഞ്ഞിട്ട്. മറ്റേയാൾ റോണക്സിന് നല്ല പണി. റോണക്സ് ഡയലോഗ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കും. ഒരു മുഴുനീള ഡയലോഗ് കാലക്കാനായിട്ട് അടിച്ചങ്ങ് വിട്ടങ്ങ്. അത് ഞാൻ അഭിനയിച്ചതല്ലേ. അതാണ് അഭിനയം. ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന് എന്താ പറയാ പഠിക്കാൻ പറ്റുന്ന ഒരാളാണ്. നേരത്തെ തരുന്നതുകൊണ്ട് അല്ലെ എനിക്ക് പ്രോംപ്റ്റ് കേട്ട് ചെയ്യുമ്പം റീടേക്ക് വരും. അതുകൊണ്ട് പേടിച്ചിട്ട് തെറ്റിക്കാൻ പാടില്ലല്ലോ വെച്ചിട്ട് പേടിച്ച് പഠിച്ചു കൊള്ളുക. ഇതിലെങ്ങനെ പാട്ടും ഇതൊക്കെ ഉണ്ടോ പരിപാടികൾ? പാട്ട് മാത്രം നിങ്ങളൊക്കെ ഉണ്ടോ അതില്? ഇല്ല, അത് ഇവരുടെ ഞങ്ങളുടെ ഒരു ആഘോഷമാണ്. ഇപ്പോഴും ഈ ആട് ഇപ്പൊ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ ആട് സിനിമ പറഞ്ഞ എത്ര പേര് എവിടെ ചെന്നാലും എല്ലാവർക്കും പയ്യന്മാര് മൊത്തം പറയുന്നത് അവര് ഡേറ്റിംഗ് പറയുന്നത് 19 ഇറങ്ങത്തില്ലേ, 19 ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ് എല്ലാരും പറയുന്നത്. ഇനി കുറെ ദിവസം വരെ ഇപ്പൊ എവിടെ പോകുമ്പോഴത്തേക്ക് ഏത് പടമായിരുന്നു, എന്ത് നടക്കുന്നു, അത് എപ്പോഴും ഇറങ്ങുമെന്ന് അത് ചോദിക്കുന്നില്ല. എവിടെ പോയി പോലും ചോദിക്കില്ല, ആടെപ്പോഴും ഇറങ്ങുമെന്ന് ചോദിക്കില്ല. ആടെപ്പോഴാണ് ചോദിക്കുന്നത്. അത് ഈ സിനിമയുടെ മാത്രം ഒരു അങ്ങനെ വളരെ സീരിയസ് അല്ലാതെ അവര് വേറൊരു പ്രത്യേക രീതിയിൽ അതിനെ കണ്ടു ആസ്വദിക്കുന്നു എന്നുള്ള, അല്ലാതെ അതിന് വിമർശിക്കാനുള്ള ഒരു മനസ്സിലായി ഈ സിനിമയെ. അതിന്റെ മുന്നത്തെ ആട് 2 ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നോ നിങ്ങൾ? ഇതിന് വരുന്ന മുന്നേ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? ഇപ്പൊ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഈ മീറ്റർ പിടിക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമുക്ക് പിന്നെ വേറെ പടങ്ങളൊന്നുമില്ല, ആ മീറ്ററിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മീറ്റർ എന്ന് വരും, ഈ മീറ്റർ
എന്ത് റെഫറൻസ്. ആട് ആർട്ടിസ്റ്റുകളാ. അപ്പൊ ഇന്ദ്രൻ സാറിനൊക്കെയാണ് വീട്ടിൽ പിടിക്കേണ്ട ആവശ്യം. ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ എത്ര എണ്ണം ഉണ്ട് അതിനകത്തുനിന്ന്. പുള്ളി വേണമെങ്കിൽ 2 പ്രാവശ്യം കണ്ടാൽ കുഴപ്പമില്ല. നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. ആശാന്റെ ഒരു താളം ഉണ്ടല്ലോ, അത് തന്നെ ചെയ്താൽ മതി. അത് മാറിപ്പോകാതെ നോക്കിയാൽ മതി. അതുകൊണ്ട് ആശാന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആശാന് എന്നും ആരോഗ്യം വഹിക്കണം. ആശാൻ നന്നായിട്ട് ക്യാമറയുടെ മുമ്പേ അല്ലെങ്കിൽ ചാനലിലോ പത്രക്കാരത്തൊക്കെ സംസാരിക്കണം, എങ്കിലേ എനിക്ക് വല്ലതും കിട്ടുള്ളൂ എന്ന് ഡയറക്ടർ പറയും. ആശാനൊന്നും മിണ്ടുന്നില്ലല്ലോ, എങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മിഥുന്മാരോട് ചോദിക്കും. അതുപോലെ അതുകൊണ്ട് ആശാൻ ഉഷാറായിരുന്നെങ്കിലേ ആടിലെ ആശാനും ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആട് പാർട്ട് 1 പാർട്ട് 2 ഫുൾ കോമഡിയാണ്, നമ്മൾ ചിരിച്ചിരിച്ച് വഴിയാവും. അപ്പൊ പാർട്ട് 3 ഈ ഒരു പാരലൽ യൂണിവേഴ്സ് ഒക്കെ വരുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് കോമഡി എന്ന് പറയുന്ന ഒരു ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്? ട്രailer കാണുമ്പോ തന്നെ അറിയാലോ, ഇത്രയും വലിയൊരു രാജാവ് കുതിരപ്പുറത്ത് സ്വന്തം തലയിൽ മറ്റേ അതെ മറ്റേ വിളക്ക് വെട്ടിയിടുന്നത്. ഞാൻ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഒന്നുമില്ലല്ലോ. ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇന്നോട്ട് കാണിക്കുന്ന എല്ലാം മണ്ടത്തരമാണ് എല്ലാവരും. അതാണ് ശരി. രാജാവ് വരുമ്പോ നമ്മള് ഭയങ്കര കട്ടിയുള്ള ഡയലോഗും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുമ്പോണ്ടാവും ടൈം പറഞ്ഞിട്ടൊരു അവിടെ കയറി നിന്നിട്ട് നമുക്ക് എല്ലാവരും അമ്പെയ്ത് കൊല്ലാം. ആശാന്റെ മറ്റേ പാർട്ട് 2 കുറെ സീനുകളിൽ നമ്മള് എന്താ പറയാ ചിരിച്ച കുറെ സീനുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എടുത്തു പറയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കൈയടിച്ച പെർഫോമൻസ് ഇതിന്റെ ഭാഗമായിരിക്കും അല്ലേ നിങ്ങളെ സെറ്റിൽ എല്ലാരും? ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്ന സീനുണ്ട്, ഞാൻ പറയുന്നില്ല. അതൊക്കെ ചിരിച്ചു അല്ലി നിങ്ങളിങ്ങനെ ഷൂട്ട് കാണാൻ പോകും എന്ന് പറഞ്ഞല്ലോ, അതായത് സീനിൽ നിങ്ങൾ ഇല്ലെങ്കിലും ചുറ്റൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ എത്ര തവണ നിങ്ങൾ തന്നെ ചിരിച്ചിട്ടുണ്ട് ഈ ഷൂട്ടിംഗ് സെറ്റ് കണ്ടിട്ട്? എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുമല്ലോ. എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടൂല. ഇത് പിന്നെ നമുക്കൊരു ഒരു കുടുംബയോഗം പോലെ അങ്ങനെ പണ്ട് ഇത്രയും മാറിയിരിപ്പ് അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ സുഹൃത്തുക്കളല്ലേ. അപ്പൊ എല്ലാരും ഒരു മോണിറ്റർ ഉണ്ടാവും, ഇപ്പുറത്ത് വേറൊരു മോണിറ്റർ ഉണ്ടാവും, മിഥുന്റെ ഒരു മോണിറ്റർ ഉണ്ടാവും. അപ്പൊ ഞാൻ മിക്കപ്പോഴും നേരെ ആ ഡയറക്ടറിന്റെ മോണിറ്റർ അവിടെ പോയിക്കും. അപ്പൊ നമുക്ക് അവിടെ സമാധാനമായിട്ട് ഒന്ന് കാണാം. അപ്പൊ നോക്കുമ്പോൾ മിഥുൻ ചിരിക്കുവാണെങ്കിൽ ഓക്കെ, അത്തേക്ക് ഓക്കെ. നമ്മള് മോണിറ്ററല്ല നോക്കുന്നത്. നമ്മളൊരു സീൻ കഴിഞ്ഞ് മോണിറ്ററിന്റെ അടുത്ത് പോയിട്ടിട്ട് മിഥുനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ സീനാക്കി എന്ന് വെച്ചാൽ സമാധാനം. പിന്നെ ഇതില് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ പലർക്കും പല ക്യാരക്ടേഴ്സും ആയിരിക്കും ഫേവറേറ്റ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണ്? അങ്ങനൊന്നും പറയാനില്ല, എല്ലാരും നല്ല എല്ലാ ക്യാരക്ടറും വ്യത്യസ്തമല്ലേ. ഓരോരുത്തരും ഓരോ സെക്ഷൻ ആണെങ്കിലും എല്ലാം മണ്ടത്തരമാണെങ്കിലും, പക്ഷെ ഓരോ സെക്ഷന് ഓരോ മണ്ടത്തരങ്ങളുണ്ട്. അത് നമുക്ക് ഇവർക്ക് പറ്റുന്നത് നമുക്ക് പറ്റില്ല, നമുക്ക് പറ്റുന്ന ഇവർക്ക് പറ്റില്ല. അതിന് ചേരുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഷൂട്ടിംഗ് കാണാൻ ചെന്നിരിക്കുമ്പോൾ നമ്മൾ എടാ അത് അങ്ങനെ പറഞ്ഞാൽ അത് നന്നായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഷൂട്ടിംഗ് കാണാൻ നമ്മുടെ സീൻ എടുക്കുമ്പോൾ ഇവരും വന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കൊടുക്കലും കാര്യങ്ങളും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം. ആർക്കും ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു തന്നെ ഇല്ല. 4 പേര് ഇപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് 4 പേരും അവരവരുടെ രീതിയിലുള്ള കോമഡികളാണ് എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പോലെ ഓരോരോ ക്യാരക്ടേഴ്സും ഉണ്ട്, അവർ ചെയ്യുന്ന കോമഡി വേറൊരു എല്ലാം അങ്ങനെ വേറിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവം ആടിലുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് തീർച്ചയായും കാണുമല്ലോ. അത് ശൈലി വേറെയാണ്, നമ്മുടെ ശൈലി വേറെയാണ്. ചേട്ടൻ്റെ കാര്യത്തിൽ പറയണല്ലോ അളിയന്റെ അങ്ങനെ വേറെ അങ്ങനെ അതിന്റെ ഒരു സംഭവം. അതിന്റെ ഒരു ഘടന അങ്ങനെയാണ്. നമ്മള് കോമഡി ആയിട്ടല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്, വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു ഇതുണ്ടല്ലോ, കഥ അതിൽ അത് ചേർന്ന് വരുമ്പോൾ കൂടുതലും. അല്ല നമ്മളെല്ലാം സീരിയസ് ആയിട്ടാ പറയുന്നില്ല, ചിരിക്കാൻ വേണ്ടി കോമഡിയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല. എല്ലാരും ആ കഥ സാറേ ഇങ്ങനെ ഇത് വേണ്ടേ അതാ പറയുന്നത് നമ്മള്. അല്ലാതെ നമ്മള് ചിരിപ്പിക്കാൻ അവരവരുടെ ഗൗരവമുള്ള ജീവിതമാണ് നയിച്ചോണ്ടിരിക്കുന്നത്. അതെല്ലാം മണ്ടത്തിലാവുന്നേ ഉള്ളൂ. ഇപ്പൊ പാർട്ട് 1 ഈ മറ്റേ പെട്ടിക്കകത്തുള്ള നീലക്കുടുവലിന്റെ പുറകെ ഓടുന്നു, പാർട്ട് 2 അങ്ങനത്തെ സംഭവം ഉണ്ട്. അങ്ങനെ പാർട്ട് 3 നിങ്ങള് എന്തിനെങ്കിലും പെട്ടീന്റെ അകത്തുള്ള സംഭവത്തിന് ഓടുന്നുണ്ട്. നമ്മള് പാതി വഴിയിൽ വെച്ചിട്ടുണ്ട്. അതെ, അതിന്റെ പുറകെ കൂടെ തന്നെ നമ്മൾ ഓടുന്നുണ്ട്. പിന്നെ ഈ ആട് 3 പാർട്ട് 1 ആണല്ലോ, അപ്പൊ ഈ പാർട്ട് 2 ഇതുപോലെ നിങ്ങൾ ഓൾറെഡി പ്ലാനും ഒക്കെ സെറ്റ് ആണോ? ആണല്ലേ. ഇതിന്റെ പാർട്ട് 2 എന്ന് പറയുമ്പോ 4 അല്ലേ? 4 ഈ 3 കണ്ടാല
അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ 3 കാണണം. എന്നാലാ 4 3 കണ്ടാലും 4 കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കാണാനും മുട്ടിയിട്ടാണ്. ഇത് നിങ്ങളെ കയ്യിലെടുത്ത് വിജയിപ്പിച്ച് കഥയൊന്നും പറയുന്നില്ല, പക്ഷെ ഞങ്ങളോടെല്ലാം ചെറുതായിട്ട് ഒരു സൂചന തന്നിട്ടുണ്ട്. എനിക്കറിയാം കഥ 4ന്റെ അത് ഓരോരുത്തരെ മാറ്റി രഹസ്യമായിട്ട് നിർത്തിയിട്ടില്ല. ചില പറയുന്നത് അതെന്ന് പറഞ്ഞാല് വളരെ അതീവ രഹസ്യമാണ്. ഇതിന് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള സംഭവം. അത് ഈ 3 കണ്ടെങ്കിൽ വിജി പറഞ്ഞ പോലെ 3 കണ്ടെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അതെ, ഈ ഞെട്ടിക്കുന്നത് ഈ പാർട്ട് 3 തന്നെ കണ്ടിട്ട് നമുക്ക് ആട് 3 കണ്ടിട്ട് തന്നെ അതിന്റെ ട്രെയിലർ കണ്ടിട്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു പാരലൽ യൂണിവേഴ്സ് ആട് സിനിമയിൽ വരുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അത് ട്രെയിലർ അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ ഒരു യൂണിവേഴ്സ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഇതുപോലെ കിളി പോയൊരു മൊമെന്റ് ആയിരുന്നു? നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു കാര്യം അല്ല, എന്തായാലും ഈ ആട് പറഞ്ഞ മിഥുനൊരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു അവനൊരു സക്സസ് കണ്ടിട്ടുണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും. ആ കൂടെ നിൽക്കുക, അവനെ വിശ്വസിക്കുക, അവന്റെ കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ഈ ന്യൂ ജനറേഷൻ പയ്യന്മാരെ ഉദ്ദേശിച്ചാണ് ഈ സിനിമകളൊക്കെ പുള്ളി ചെയ്യുന്നത്. അതായത് ആട് 1 ആയാലും 2 ആയാലും 3 ആയാലും. അല്ലാത്തവരെ നമ്മളെ 5-ാം പാതിരയൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറെ സ്റ്റൈല്, വേറെ രീതിയിലുള്ള പടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് ഓരോന്ന് കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഡയലോഗ് വരെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കൊക്കെ പറയണം. അതൊക്കെ നമ്മളങ്ങ് പോയി ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് കൈ എന്തെങ്കിലും ഇടാൻ ചോദ്യം പറയും, ചേട്ടാ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ പറയാം നല്ലതാണെങ്കിൽ എടുക്കും, അല്ലേ വിട്ടേക്കും. അപ്പൊ ആട് 3 ഇറങ്ങാൻ പോകുന്നു. ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും സ്കൂൾ അടച്ചിട്ട് എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് വരും. ചിരിച്ച് അല്ലേ സന്തോഷിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ ടീം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.